കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിരിക്കുകയാണ്. കേരളത്തിലടക്കമാണ് ഈ നിർദ്ദേശം പാലിക്കപ്പെടേണ്ടത്, നിർബന്ധമായും പാലിക്കേണ്ടതായി കേന്ദ്ര സർക്കാർ പറയുന്നു. കാരണം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി കഫ് സിറപ്പ് കുടിച്ച് വിദ്യാർത്ഥികളും കുട്ടികളും അടങ്ങുന്നവർ മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കഫ് സിറപ്പ് കുടിച്ച് കുട്ടികൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കഫ് സിറപ്പ് ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടിയിൽ നിന്നും വാങ്ങുന്ന ഇതേ കഫ് സിറപ്പുകൾ കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്ന സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ടാകുന്നു. പലയിടങ്ങളിലായി ഇത് സംഭവിക്കുക. പ്രധാനമായും ഇതുണ്ടായിരിക്കുന്ന മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ്. ഇത് പരിശോധിക്കാനായി, ഇത് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായപ്പോൾ ഇത് പരിശോധിക്കാനായി ഡോക്ടർ തന്നെ ഒരു ഡോസ് കുടിക്കുകയും ഈ കുടിച്ച ഡോക്ടർ തന്നെ ബോധക്ഷയമായി വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡോക്ടർ അടക്കം ഉള്ളവർ തലകറങ്ങി വീഴുന്ന, ബോധക്ഷയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്നായി ഇത് പുറത്തു വരുന്നത്. കഫ് സിറപ്പുകൾ ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ യാതൊരു കാരണവശാലും വാങ്ങരുതെന്നും കുട്ടികൾക്ക് കൊടുക്കരുതെന്നുള്ള സുപ്രധാനമായ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇവിടെ ഇവർ പറയുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ കുട്ടികൾ മരിച്ചു വീണതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാവൂ എന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ വരുന്ന മരുന്ന് നിർമ്മാണങ്ങൾ യൂണിറ്റുകളെല്ലാം തന്നെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ ഒരു കമ്പനിയുടെ ലൈസൻസ് തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി, അതായത് കൃത്യമായി പറഞ്ഞാൽ കാഞ്ചീപുരത്തെ കോൾഡ്രിഫ്റ്റ് കഫ് സിറപ്പ് യൂണിറ്റിന്റെ ലൈസൻസ് ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിരവധി കുട്ടികൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ഒപ്പം തന്നെ രാജസ്ഥാനിലെ സർക്കാരിന്റെ അഴിമതിയാണ് ജനങ്ങളുടെ ജീവിതം ഇത്രത്തോളം നഷ്ടപ്പെടാനും ജീവൻ നഷ്ടപ്പെടാനും കാരണമെന്ന് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറിയുമായ അശോക് ഗെഹ്ലോട്ട് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയ സംഭവത്തിൽ കേരളത്തിലും അതുപോലെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പരാതിക്കിടയാക്കിയ കോൾഡ്രിഫ്റ്റ് സിറപ്പിന്റെ സാമ്പിളുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുമുണ്ട്. 170 ബോട്ടിലാണ് കേരളത്തിന്റെ ഏതാണ്ട് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ അപകടമുണ്ടാക്കിയതായി കരുതുന്ന SR-13 ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്കൊന്നും എത്തിച്ചിട്ടില്ല എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നിഗമനമെങ്കിലും കോൾഡ്രിഫ്റ്റിന്റെ വിൽപ്പന പൂർണ്ണമായും സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാച്ചും ഇനി വിൽക്കാനോ പുതിയ സ്റ്റോക്കുകൾ എടുക്കാനോ പാടില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ കഫ് സിറപ്പിന്റെ വിൽപ്പന തടയാനായി ആശുപത്രികളും അതുപോലെ ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും പരിശോധനകൾ തുടരാനും ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിൽക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ വിൽപ്പന നടത്തുന്ന എല്ലാ ചുമമരുന്നുകളിലും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഇപ്പോൾ ഏതാണ്ട് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. 52 മരുന്നുകളുടെ സാമ്പിളുകളാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് പരിശോധനയ്ക്കായി എടുത്തിട്ടുള്ളത്. ഈ പരിശോധനയിലെല്ലാം ഇവർ വലിയ തരത്തിലുള്ള സാമ്പിളുകൾ എടുത്തിരിക്കുകയാണ്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നിരീക്ഷണം കർശനമാക്കിയിട്ടുമുണ്ട്. 52 മരുന്നുകളുടെ സാമ്പിളുകൾ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് പരിശോധിക്കാനായി ശേഖരിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്ന 5 ബ്രാൻഡുകളുടെയും സാമ്പിളുകൾ വകുപ്പിന്റെ വിവിധ ലാബുകളിൽ ഇത് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. അനുവദനീയമായാലും അധികം ഡൈഎത്തിലിൻ ഗ്ലൈക്കോൺ എന്ന സിറപ്പ് ഈ അംശം സിറപ്പിലുണ്ടോ എന്നാണ് ഇവർ പരിശോധിക്കുന്നത്. രക്ഷിതാക്കൾ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട, ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നാം വിശ്വസിച്ച് കൊടുക്കുന്ന മരുന്നിൽ വിഷാംശം ഉണ്ടാകുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നമുക്കത് താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ ജലദോഷത്തിനോ പനിക്കോ ചുമക്കോ പോയി നാം ഡോക്ടറെ കാണുകയും ഡോക്ടർ എഴുതുന്ന കുറിപ്പടിയിലെ മരുന്ന് വാങ്ങുകയും ചെയ്യുമ്പോൾ ആ മരുന്ന് കുടിച്ച് മണിക്കൂറുകൾക്കകം തങ്ങളുടെ കുരുന്നുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഏതൊരു മാതാപിതാക്കൾക്കും സഹിക്കാവുന്നതിനും അപ്പുറമായ കാര്യമാണ്. ഈ സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടാകുന്നു. കുട്ടികൾ പിടഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കുഞ്ഞിന് രാത്രി മരുന്ന് കൊടുത്തിട്ട് അമ്മ ഉറക്കാൻ കിടത്തുകയും തിരിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അമ്മ എഴുന്നേൽപ്പിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് കിടത്തുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ജീവനില്ലാത്ത ശരീരമാണ്. ഇതാണ് രാജസ്ഥാനിൽ സംഭവിച്ചത്. മധ്യപ്രദേശിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് ഡോക്ടർ തന്നെ തർക്കവുമായി മുന്നോട്ട് വന്നത്. ഡോക്ടർ പറയുന്നത് ഞാൻ എഴുതിയ മരുന്നാണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ എഴുതിയതിൽ വ്യാജ മരുന്നുകളില്ല, എന്ന് വേണമെങ്കിൽ ഞാൻ തന്നെ കുടിച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് കുടിച്ച ഡോക്ടർ തന്നെ തലകറങ്ങി വീഴുന്ന, ബോധക്ഷയനായി വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോഴത്തെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ശക്തമായ നിരീക്ഷണം നടത്തുന്നത്. ഒപ്പം തന്നെ
എല്ലാ മാതാപിതാക്കൾക്കും, രാജ്യത്തെ എല്ലാ മാതാപിതാക്കൾക്കും, കേരളത്തിലടക്കമുള്ള എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമായി കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഏറ്റവും അധികം ചെയ്യുന്നത്, ചുമ വന്നാലോ ജലദോഷം വന്നാലോ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചേട്ടാ ചുമയാണ് അല്ലെങ്കിൽ ജലദോഷത്തിനുള്ള മരുന്ന് വേണമെന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങി കൊടുക്കുന്ന സാഹചര്യം സാധാരണക്കാരായ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നിരന്തരം ഉണ്ടാകുന്നതാണ്, നിത്യ സംഭവമാണത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ കുരുന്നുകളുടെ സുരക്ഷ നമ്മളാണ് നോക്കേണ്ടത്. നാം തന്നെ തെറ്റായ രീതിയിലൂടെ മരുന്ന് വാങ്ങിക്കൊടുത്ത് കുട്ടികളുടെ ജീവന് അപകടം ഉണ്ടാക്കാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം എല്ലാ മാതാപിതാക്കളും കർശനമായി പാലിക്കണമെന്നും ഈ നിർദ്ദേശം കൃത്യമായി അനുസരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി മെഡിക്കൽ ഷോപ്പുകളിൽ പോയോ പഴയ കുറിപ്പടി കൊടുത്തിട്ടോ യാതൊരു കാരണവശാലും മരുന്നുകൾ വാങ്ങരുതെന്നും, കുഞ്ഞുങ്ങൾക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ, പനിയോ ചുമയോ ജലദോഷമോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം, ഡോക്ടർ നൽകുന്ന അളവിൽ മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം കൃത്യമായി മരുന്ന് നൽകാൻ ശ്രമിക്കുക. ഡോക്ടർ പറയുന്ന മരുന്നുകൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. കാരണം കൃത്യമായി ഇവിടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിശ്ചിത രീതിയിലുള്ള അല്ലെങ്കിൽ നിശ്ചിത ബ്രാൻഡിലുള്ള മരുന്നുകൾ മാത്രം നൽകിയാൽ മതി. ചില കമ്പനിയിൽ നിന്നുള്ള മരുന്നുകൾ കൊടുക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പുകാർക്കും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ എഴുതുന്ന കുറിപ്പടികൾ ഉള്ളത് മാത്രം വാങ്ങി നൽകുക. ഓരോ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിന്നും പിന്നോട്ട് പോകാതിരിക്കുക. ഈ ലക്ഷ്യം നാം ആണ് നടത്തേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്.